മനോട്ട നമസ്കാരം. നമസ്തേ. യെസ് മനോട്ട, ഞങ്ങളെ ഇപ്പൊ ഈ പരിപാടിയിൽ മനോഹരൻ എത്തി. അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് അതിലൊരു ഡ്രമ്മറുടെ വേഷം വന്നു ഞങ്ങളുടെ പടത്തിൽ, ഗാനയന്ത്രമല്ലേ. അപ്പൊ ഈ ഡ്രംസിന്റെ ഒക്കെ ഒരു പ്രത്യേകത, അത് ഉപയോഗിക്കാൻ അറിയാത്തവൻ തൊട്ടാൽ അറിയാം, കണ്ടു നിൽക്കുന്നവനും ഇനി പണി അറിയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചില സാധനങ്ങൾ അങ്ങനെ, തോക്കൊക്കെ നമുക്ക് ആർക്ക് വേണേലും വേണേ പിടിച്ച് ചൂണ്ടാം, ഉപയോഗിക്കാൻ അറിയില്ലെങ്കിലും വിശ്വസിക്കും. പക്ഷെ വാദ്യോപകരണങ്ങൾ ഒരാൾ ഉപയോഗിക്കുന്നത് അഭിനേതാക്കൾ കയ്യിൽ പിടിച്ചാലും ഉപയോഗിക്കുന്ന കണ്ടാലറിയാം അത് ശീലമില്ലാത്ത ആളാണെന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ആലോചിക്കാതെ തന്നെ ഒരു ഡ്രമ്മറായിട്ട് കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്നതും അത് ഏറ്റവും കൃത്യമായി ചെയ്യുമെന്നും തോന്നി ഞങ്ങൾ ഓടിച്ചെന്നത് മനോഹരന്റെ അടുത്തേക്കാണ്. അത് വളരെ ഗംഭീരമായിട്ട് മനോഹരൻ ചെയ്യുകയും ചെയ്തു. അല്ല, അത് എങ്ങനെയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഡ്രമ്മർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാധനം നീ ആദ്യം പറഞ്ഞ കൈ കൊണ്ട് പോലും ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല. ആകെ കുട്ടിക്കാലം പോലെ തിരുനക്കര അമ്പലത്തിലും നേറ്റുവാൻ അമ്പലത്തിലൊക്കെ ഗാനമേള, ബ്ലൂ ഡയമണ്ട്സിന്റെയും കോട്ടയത്തെ മറ്റേ ഗാനമേള, അതിനൊക്കെ ഡ്രംസ് വായിക്കുന്ന ആൾക്കാർ നമ്മൾ ഭയങ്കര ഫാനാണ് ആ കാലത്ത്, ഡ്രംസ് വായിക്കുന്നവർ എപ്പോഴും. അതെ. അപ്പൊ അതിലേക്ക് കൂടുതലൊരു കോൺസെൻട്രേഷൻ അക്കാലത്തുണ്ട്. അപ്പൊ അന്ന് കണ്ടിട്ടുള്ള ഇവരുടെ ജസ്റ്റേഴ്സും ബോഡി ലാംഗ്വേജും ഒക്കെ മനസ്സിൽ കയറ്റി വെച്ചിട്ടുള്ള അനുഭവം മാത്രമേ ഉള്ളൂ. അതങ്ങോട്ട് നിന്റെ പടത്തിൽ പ്രയോഗിച്ചതാണ്. അല്ല, പക്ഷേ പ്രശ്നമുള്ള ഒരു ഏരിയയാണ്. ഇങ്ങനത്തെ പ്രയോഗങ്ങളിൽ പ്രശ്നം വരുന്ന ഒരു ഏരിയയാണ് ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അത് വളരെ അത്ഭുതം തോന്നുന്ന വിധം ഞങ്ങൾ പിന്നീട് പടം കാണുമ്പോഴും എന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇറങ്ങുമ്പോൾ എല്ലാം ഞാൻ പറയും, എത്രയോ സ്ഥലങ്ങളിൽ പാട്ടിനൊപ്പം ഇരുന്ന് വായിക്കുന്നുണ്ട് കൃത്യമായിട്ട്. അതിന് ശരിക്കും ഞാൻ അതിന്റെ മാച്ച് ചെയ്ത് പോയാണ്. സത്യം പറഞ്ഞാൽ 2 ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞു. ഞാനിത് എന്തൊക്കെയോ ചെയ്തു. പിഷാരടി പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറഞ്ഞില്ല. അപ്പൊ ഞാനത് കുഴപ്പമാണോ, ഈ ഡ്രംസിന്റെ എന്റെ ശരിയായിട്ടുണ്ടോ അറിയാനൊന്നും പറഞ്ഞില്ല, പിഷു ഒന്നും പറഞ്ഞില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും റഷോ അങ്ങനെ എന്തോ കുറച്ച് കണ്ടിട്ട് എന്നെ വിളിച്ചു, മനോട്ടാ ഡ്രംസ് കലക്കി കേട്ടോ, നിങ്ങളത് കറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരാൾ ചെയ്യുന്ന പോലെ. ഞാൻ എത്രയോ വർഷം ഗാനമേളയുടെ ഇടവേളയിൽ മിമിക്രി കളിക്കാൻ പോയി നിന്നിട്ടുള്ള ആളാണ്. ചെറിയ പടിയെടുത്ത് അതേ മുട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ജസ്റ്റേഴ്സ് കണ്ടാൽ അറിയാം. അതുപോലെ തന്നെ ലൈവ് ഓർക്കസ്ട്ര വായിച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട് അതിനകത്ത്. അതെ, അതും വളരെ റെയർ ആയിട്ടുള്ള ഒരു സീനാണ്. ആ സീനിനെ ഒക്കെ എലിവേറ്റ് ചെയ്യുന്നതിനകത്ത് മനോഹരന്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. മാത്രമല്ല റീ റെക്കോർഡിംഗ് പിന്നെയല്ലേ ഇത്, ഇതിനകത്ത് തന്നെ ഫൈറ്റ് നടക്കുമ്പോൾ ലൈവായിട്ട് നമ്മൾ വായിച്ചിടാം. റീ റെക്കോർഡിംഗ് പിന്നെയാണ് വെച്ചേക്കുന്നത്. ഡയറക്ഷന്റെ മികവാണ് കേട്ടോ. പിന്നെ മമ്മൂക്കയുടെ ഒപ്പമുള്ള മനോഹരന്റെ കോമ്പിനേഷൻ, കാരണം മമ്മൂക്കയും മനോജേട്ടനും ബിഗ് ബി ആണെങ്കിലും ദളപതി ആണെങ്കിലും പഴശ്ശിരാജയാണെങ്കിലും നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ, മായാവി, രാജമാണിക്യം തുടങ്ങി നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ വളരെ രസമുള്ള കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷനിലെ രസകരമായ എന്തെങ്കിലും ഒരു ഓർമ്മ മമ്മൂക്കയുമായിട്ടുള്ളത് പങ്കുവെക്കാനുണ്ടോ? ഒരുപാട് അനുഭവമുണ്ട്. എല്ലാം എന്താ പറയാ, പഴശ്ശിരാജ സമയത്ത് ഉള്ള കാര്യങ്ങളാണ്. കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താണ് നീ കേട്ടത്? കേട്ട കഥ ആദ്യം കേട്ട കഥ പറയൂ. അല്ല, ഞാൻ കേട്ട കഥ എന്ന് പറയുന്നത് ഈ ഗാഡ്ജറ്റ്സ് ഇറങ്ങിക്കഴിഞ്ഞാല് അത് ഫസ്റ്റ് കിട്ടുന്ന ആള് മമ്മൂക്കയാണ്. തീർച്ചയായിട്ടും. അത് ഇപ്പൊ ഐഫോണൊക്കെ മമ്മൂക്കയോട് ചോദിച്ചിട്ടാണോ ഇറക്കുന്നതെന്ന് വരെ ഞാൻ സംശയിക്കുന്നുണ്ട്. ഇവര് കൊണ്ടൊരെണ്ണം കൊടുക്കുന്നുണ്ട്, ഇറങ്ങലും അത് അങ്ങ് ജർമ്മനിയിൽ ഇറങ്ങി എന്നൊക്കെ പറയുന്ന കേട്ട് നമ്മൾ മമ്മൂക്കയെ കാണുമ്പോൾ അതും കൊണ്ടുവരും. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഗുരുവിന്റെ അടുത്തേക്ക് പഴശ്ശിരാജരെ തലക്കോണം ലൊക്കേഷനിൽ കൊടുങ്കാടാണ്. അപ്പൊ 2 ഷെഡ്യൂൾ കഴിഞ്ഞു. മദ്രാസിലൊരു ഷെഡ്യൂൾ കഴിഞ്ഞു, പിന്നെ കണ്ണൂർ ഒന്ന് കഴിഞ്ഞു. തലക്കോണം ഞാൻ തിരുപ്പതി അടുത്താണ്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പം സുരേഷ് കൃഷ്ണ കാരവനിലുണ്ട്. ഞാൻ ചെല്ലുമ്പോ അവനുണ്ട്. അപ്പം ഞാൻ മമ്മൂക്ക എവിടെടാ? നമുക്ക് ഷൂട്ടിംഗ് അപ്പൊ ഞാൻ നിനക്ക് ഇതുവരെ വർക്ക് വന്നില്ലേ? 7 മണി ഒരു മനുഷ്യ പോലും വിളിക്കാൻ. ഞാൻ ചോദിച്ചു, നിനക്ക് നീ എപ്പോ വന്ന്? ഞാൻ 7 മണിക്ക് വന്നു. ഞാൻ വെച്ച് വർക്ക് വന്നില്ലേ? 7 മണി വെയിറ്റ് ചെയ്യുന്നു, ഒരു മനുഷ്യ പോലും വന്ന് വിളിക്കാൻ, ഒരു മനുഷ്യ പോലും അന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞെടാ, നീ പുതിയ ഫോൺ കണ്ടോ? അപ്പൊ ഞാൻ പുതിയ ഫോണുമായിട്ട് വന്നിരിക്കുക. മമ്മൂക്കടയിൽ ഓൾറെഡി ഉറപ്പായിട്ട് കാണുമല്ലോ, അത് പറയേണ്ട ആവശ്യമില്ല. കൊടുങ്കാടാണ്, ഒരു മാർഗവും ഇല്ല. ഞാൻ 2 ഫോണും, ഒരു ഐഫോണും അന്നിറങ്ങിയ നോക്കിയ എന്നിങ്ങനെ അത്യാവശ്യം തിളങ്ങി നിൽക്കുന്ന സമയം. ഇത് രണ്ടും പുതുതായിട്ട് ഇറങ്ങി, ഇമ്മീഡിയറ്റ് ഇറങ്ങി, ഇന്നലെ ഇറങ്ങി, ഇന്നെന്റെ കയ്യിലായി. ഈ കൊടുങ്കാട്ടി വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവനെ കാണിച്ചപ്പോൾ നമുക്ക് കാണിക്കണ്ടേ? ഞാൻ പുള്ളേർ കാണുന്നതൊക്കെ വാ കാണിക്കാം. നേരെ ചെല്ലുന്നു, നമുക്ക് ആ കാട്ടിനകത്തിരിക്കുക. ചെറിയ മൂടോട്ടാണ്, നല്ല മൂടാണ്, നല്ല രസമാട്ടോ. അപ്പൊ ചെല്ലുമ്പം ഞാൻ നോക്കാം, നമസ്കാരം, എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നോളൂ. പുതിയ ഫോൺ നമുക്ക് കാണുമല്ലേ? അതെനിക്ക് 2 ദിവസം കഴിയും, അത് ദുബായിൽ നിന്ന് വരുന്നുള്ളൂ. ഞാൻ ഒന്ന് ഞെട്ടി, ഞാൻ കൊണ്ടൊന്നും പോയി. ഇതെല്ലാം ആദ്യം ഇറക്കുന്നതിൽ ഭയങ്കര താല്പര്യമുള്ള നമുക്ക് കാട്ടിലായോണ്ട് കിട്ടാൻ കിട്ടിയനെ. ഏതോ കാട്ടിലായോണ്ട് പുള്ളിക്ക് ഫോൺ കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആ ഫോൺ കൊണ്ടുവന്നിട്ട് മനോജേട്ടൻ എടുത്തങ്ങ് ഞാൻ കാണിച്ചപ്പോ എന്നെ ഒന്ന് ഇതായി. കാരണം അതത്ര ഇഷ്ടപ്പെട്ട് കാണില്ല. കാരണം എനിക്കറിയാം, കാരണം പുള്ളി ഇതെല്ലാം ആദ്യം ഇറക്കുന്നതാണ്. അപ്പൊ ഞാനിത് കാണിച്ചു. അതിന്റെ പുറകെ N95 ഈ നോക്കിയുടെയും കാണിച്ചു. അതൊന്ന് ഹാപ്പനിങ്ങാ. ഇത് രണ്ടും കൈവച്ചു. ഇതൊക്കെ എവിടുന്ന് കിട്ടി?
ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട് ഇന്നലെ കൊണ്ട് അല്ലെ എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ കിട്ടും. ഇതിപ്പം തലക്കോണത്ത് കാട്ടായം അങ്ങോട്ടാരും കൊണ്ടുവരാനില്ല, എൻ്റെ ഉണ്ട് സാധനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. എനിക്കറിയാൻ കിട്ടിയിട്ടില്ലെന്ന്. എന്നെ ആ സമയം മുതൽ അന്ന് വൈകുന്നേരം വരെ ഇതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്റെ പിഷു. അല്ലെ ഈ ഫോണൊക്കെ കൊള്ളാം. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളൊരു നടനല്ലേ? നിങ്ങൾ നിങ്ങളുടെ ബോഡി ആദ്യം കറക്റ്റ് ചെയ്യണം. നിങ്ങളുടെ കൈക്ക് വണ്ണമില്ല, നിങ്ങളുടെ കാലിന് വണ്ണമില്ല. എന്നെ കുറിച്ച് മുഴുവൻ നിങ്ങളുടെ പ്രപ്പോഷൻ ശരിയല്ല. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ഒരു നടൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഉപകരണം അവന്റെ ശരീരമായിരിക്കണം. ഞാനൊക്കെ കണ്ടില്ല. കേട്ടത് മനോജോട് പറഞ്ഞു, മനോജേട്ടന്റെ അരക്ക് കീബോർഡുള്ള നീളവും അരക്ക് മുകളിലോട്ടുള്ള നീളവും പ്രപ്പോഷൻ അല്ല എന്ന് പറഞ്ഞെന്നാണ് ഞാൻ കേട്ടത്. നിങ്ങൾ പറ, എന്തെങ്കിലും വലിയ കുഴപ്പമുണ്ടോ? ഈ പറയുന്ന കുഴപ്പമൊന്നുമില്ല. അന്ന് ഈ പറഞ്ഞ ചെറിയ കലിപ്പ് കൊണ്ട് പറഞ്ഞ ഒരു ഐഫോൺ ചതിച്ച അങ്ങനെ എന്നെ വൈകുന്നേരം വരെ എന്നെ കുറ്റപ്പെടുത്തില്ല. എനിക്കിത് മനസ്സിലാവുന്നില്ല. എനിക്ക് ഏകദേശം മനസ്സിലായി തുടങ്ങി. അവസാനം ഒരു ഷോട്ടിന് വിളിച്ചു. അപ്പൊ മമ്മൂക്കാണ് ഞങ്ങളെല്ലാം ഒരുമിച്ച് മേക്കപ്പ് ചെയ്ത് അവിടെ പോയി നിൽക്കുന്നു. ശരത് കുമാർ, മമ്മൂക്ക, ഞാൻ, സുരേഷ് കൃഷ്ണ ഇങ്ങനെ നിൽക്കുമ്പോൾ ഹരിഹരൻ സാർ വരുന്നു. എന്തൊക്കെയോ കാഷ്വലായിട്ട് പറഞ്ഞു, വെട്ടത്തിൽ പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞു, ഇവിടെ മനോജനോടും നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞു, ഈ ബോഡി ഫിറ്റ് ആയിരിക്കണം. ഈ കഥാപാത്രങ്ങളെല്ലാം അങ്ങനെയാണ്. പഴശ്ശിരാജയാണ് ആ കാലത്തെ ക്യാരക്ടേഴ്സാണ്. ഇതിപ്പോ കണ്ടില്ലേ മനോജൊക്കെ എന്ന് പറഞ്ഞപ്പോഴേ ഞാനിങ്ങനെ ബോഡിയായിട്ട് നിൽക്കുകയല്ലേ. എന്നെ കുറിച്ച് എന്തോ ബോഡിയെ കുറിച്ച് പറയാനെന്ന് മനസ്സിലായി. അപ്പൊ ഞാനിങ്ങനെ അപ്പം നമുക്ക് അടുത്തപ്പോണ്ട്. അപ്പൊ ഞാനൊന്ന് നീ ഒന്ന് പിടിച്ചേ, നീ മൈക്കൊന്ന് പിടിച്ചേ. ഞാൻ കുറച്ച് ഇങ്ങനെ ഒന്ന് വയറ് ഒത്തോട്ട് പിടിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് ഒരു ഭയങ്കര സ്റ്റൗട്ടായിട്ടൊന്ന് തലക്കൽ ചെന്തൂർ. കാരണം എന്നെ കുറിച്ച് എന്താ പറയാൻ പോകുന്ന മനസ്സിലായി. ഞാൻ ഇങ്ങനെ ഒന്ന് എയർ വിടാൻ പറ്റാതെ നിൽക്കുക. അപ്പം സാറ് പറഞ്ഞു, ഇപ്പൊ മനോജിനെ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു അയാളൊക്കെ ചെയ്തിട്ടുണ്ട്, അയാളൊക്കെ എന്തോ ചെയ്തിട്ടുണ്ട്, നല്ല ഈ ജിമ്മായിട്ട് എന്തോ. മനോജ് ചെയ്തില്ലേ? ഞാൻ കുറച്ച് ചെയ്തതാ. എവിടെ ഒരു ഭാഗം ചെയ്ത് നടന്നിട്ട് പോലും. ഉടനെ മമ്മൂക്ക അടുത്ത് പറയാ, ഇത് ഹരൻ സാർ പറ എന്നോട് പറയാം. മനോജിനെ കണ്ടില്ല? നന്നായിട്ട് മനോജിനെ കണ്ടില്ലേ? നന്നായിട്ടുണ്ടോ? പുള്ളി നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് നന്നായിട്ടുണ്ട് സാർ? എന്റെ പൊന്ന് സാർ, ഒരു ഇല കുനിഞ്ഞെടുക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഇല കുനിഞ്ഞെടുക്കുന്ന എന്റെ അപ്പത് പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു കാര്യമില്ല. പറയേണ്ട ആവശ്യം തലക്കൻ ചെന്ന് എന്റെ ഏറ് മുഴുവൻ പോയി. ഞാൻ ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെയൊക്കെ എന്നെ പറഞ്ഞു ഞാൻ അവസാനം സുരേഷ് കൃഷ്ണോട് ചോദിച്ചാൽ മനസ്സിലാവും. ഇതെല്ലാം കഴിഞ്ഞ് 6 മണിയായപ്പോ കാരവന് വന്നു. ഞാനിത് രാവിലെ മുതൽ സഹിക്കില്ലേ. ഞാൻ നേരെ കയറി നമുക്കാ ഞാൻ രാവിലെ മുതൽ ഇത് കേൾക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ ഈ 2 ഫോണും തിരിച്ചു കൊടുത്താലെങ്കിലും എന്റെ പ്രപ്പോഷനും ശരിയാക്കി തരും എന്ന് ചോദിച്ചു. അപ്പം നമുക്ക് ചിരിച്ച്. അത് ആ ഹ്യൂമർ സെൻസ് ഇഷ്ടപ്പെട്ടത്. ഞാൻ നിങ്ങളെ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. ഞാൻ നിങ്ങളെ ആക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇങ്ങനെ അതൊക്കെ ഉണ്ടാവില്ല. ഫോണിന്റെ കുഴപ്പമില്ല. അപ്പൊ അത് കുഞ്ഞുങ്ങളുടെ മനസ്സാണ് കേട്ടോ. അതാണ്.